ഏവർക്ക് സ്വാഗതം. നമുക്ക് ഡിറ്റർമിൻസിൽ എന്ന ചാപ്റ്റർ, അതായത് +2 ഡിറ്റർമിൻസ് എന്ന ചാപ്റ്ററിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് പരിചയപ്പെടാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു, ഇവാലുവേറ്റ് എക്സ്, x+1, x-1, x. ഇതാണ് തന്നിരിക്കുന്നത്. ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഡിറ്റർമിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പ്രോഡക്റ്റ് ഓഫ് മെയിൻ ഡയഗണൽ മൈനസ് പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ. മെയിൻ ഡയഗണൽ കൂടെ മൈനസ് ചെയ്താൽ ഇൻറ്റു ചെയ്താൽ വരുന്നത് x². x × x x² മൈനസ് x+1 × x-1. x+1 × x-1. ഇവിടെ x+1 × x-1 a + b × a - b അല്ലേ? അപ്പൊ a² - b² അല്ലേ? അപ്പൊ ഇവിടെ വരുന്നു a² മൈനസ് x² മൈനസ് 1. ഈ ബ്രാക്കറ്റ് ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടത്. ഇനി ഈ മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ x² മൈനസ് x² പ്ലസ് 1. x² പോയി ആൻസർ 1. അപ്പൊ വാല്യൂ ആയില്ലേ? ഡിറ്റർമിന്റെ വാല്യൂ എന്തെന്ന് കിട്ടുന്നു? 1 എന്ന് കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്? അതും ഇവാലുവേറ്റ് ചെയ്യാൻ തന്നെയാണ്. ഇത് ഒരു 3x3 മെട്രിക്സ് ആണ്. അതായത് ഇവിടെ 1 1 -2 2 1 -3 5 4 -9 അത് ഇവാലുവേറ്റ് ചെയ്യാം. സാധാരണ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വന്നാൽ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് റോ അല്ലെങ്കിൽ ഫസ്റ്റ് കോളം വെച്ച് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പൊ ഇവിടെ ഇവാലുവേഷൻ നടക്കുമ്പോൾ 1 × ആ റോയും ആ കോളവും ഒഴിവാക്കിയുള്ളതാണ് എഴുതാനുള്ളത്. അപ്പൊ എന്ത് വരും? 1 × -9 -9 മൈനസ് 3 × 4 -3 × 4 എന്താണ്? -12. മൈനസ് മൈനസ് വരുമ്പോ എന്ത് വരും? +12. അതായി. അടുത്തത് -1 × ആ 1, അതായത് A1 2 എന്നാണ്. ഈ 1 ഉൾപ്പെടുന്ന കോളവും പോയി റോയും പോയി. ബാക്കി എന്താ വരുന്നത്? 2 -3 5 -9 അല്ലേ? അപ്പൊ 2 × -9 എന്ത് വരും? -18. അടുത്ത എന്ത് വരും? -3 × 5 അപ്പൊ എന്ത് വരും? -15. മൈനസ് മൈനസ് വരുമ്പോ എന്ത് വരും? +15. ഓക്കെ. അടുത്തത് മൈനസ് മൈനസ് പ്ലസ്, അതായത് -2 × 2 വരുന്ന -2 വരുന്ന റോയും പോയി കോളവും പോയി. പിന്നെ വരുന്ന എന്താ? അതായത് 2 1 5 4. 2 × 4 എത്ര വരും? 8. 8 - 5. ആൻസർ പറഞ്ഞോളൂ. -9 + 12. വലുതെന്ന് ചെറുത് കുറച്ച് വലുതെന്ന് ചെയ്യും. അപ്പൊ എന്ത് വരും? 3 വരും. അപ്പൊ 1 × 3 മൈനസ് -18 + 15 that is -3. -3 × -1 +3. അടുത്തത് 8 - 5 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 × -2 -6. അപ്പൊ ഇവിടെ വരുന്നത് 3 + 3 6 6 - 6 0. അപ്പൊ ആ വാല്യൂ, ഡിറ്റർമിന്റെ വാല്യൂ എന്ത് കിട്ടുന്നു? 0 എന്ന് കിട്ടുന്നു. ഒന്നുകൂടെ നമ്മൾ എന്താ ചെയ്ത? ഫസ്റ്റ് റോ വെച്ചാണ് ഇവാലുവേറ്റ് ചെയ്തത്. ഫസ്റ്റ് റോ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 × ആ 1 ഉൾപ്പെടുന്ന റോയും പോയി കോളവും പോയി. പിന്നെ വരുന്ന എന്താ? 1 -3 4 -9. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 × -9 -9 -3 × 4 that is -12. മൈനസ് മൈനസ് ആവുമ്പോൾ +12. അടുത്തത് -1 × ഇവിടെ 1 വിട്ട് മൈനസ് കൊടുക്കണം. അപ്പൊ -1 × ഈ 1 ഉൾപ്പെടുന്ന കോളവും പോയി റോയും പോയി. ബാക്കി വരുന്നത് 2 -3 5 -9. അപ്പൊ 2 × -9 എന്ത് വരും? -18. -3 × 5 എന്ത് വരും? -15. അപ്പൊ ഇവിടെ -18 -15 അപ്പൊ +15. അടുത്തത് -2 × ആ കോളവും പോയി ആ റോയും പോയി. ബാക്കി വരുന്നത് 2 1 5 4. 2 × 4 8 5 × 1 5. 8 - 5 ആയി. ആൻസർ വലുതെന്ന് ചെറുത് കുറച്ച് വലുതെന്ന് ചിഹ്നം. അപ്പൊ ഇവിടെ എന്ത് വരും? 3. 1 × 3 അല്ലേ? ഓക്കെ. -1 × -18 + 15 -3 അല്ലേ? വലുതെന്ന് ചെറുത് കുറച്ച് വലുതെന്ന് സൈൻ ഇടുമ്പോ -3. -3 × -1 എന്ത് വരും? +3. അടുത്തത് -2 × 8 ന്ന് 5 കുറച്ചാൽ എത്രയാണ്? 3. 3 × 2 6. ഉത്തരം 0. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് x. എന്താണെങ്കിൽ ഈ ഡിറ്റർമിന്റും ഇതും ഈക്വൽ ആണെങ്കിൽ, അതായത് x2 18x = 6 2 18 6 എന്നാണ്. അപ്പൊ നമുക്ക്
LHSന്റെ അതായത് ലെഫ്റ്റ് സൈഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 18 36 ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്താ തന്നിരിക്കുന്നത്? 6 ഇൻറ്റു 6 36 മൈനസ് 18 ഇൻറ്റു 2 36. ഓക്കെ, ഇവിടെ 36ഉം 36ഉം പോയ എന്താ വരുന്നത്? 0. അപ്പൊ വരുന്നു എക്സ് സ്ക്വയർ മൈനസ് 36 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇവിടെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു അതായത് 36 അപ്പുറത്ത് പോകുന്നു. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 36. എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? പ്ലസ് ഓർ റൂട്ട് 36. റൂട്ട് 36ന്റെ ആൻസർ എന്താ? പ്ലസ് ഓർ മൈനസ് 6. എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 6. ഓക്കെ, ഒന്നുകൂടി എക്സ് ഇൻറ്റു എക്സ് മെയിൻ ഡയഗണൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ 18 ഇൻറ്റു 2 36. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 36 ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ വരുമ്പോൾ 6 ഇൻറ്റു 6 36 18 ഇൻറ്റു 2 36. 36ഉം 36ഉം പോയി 0. ഇനി വേരിയബിൾ ഒരു സ്ഥലത്ത് നമ്പർ ഒരു സ്ഥലത്ത്. അപ്പൊ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓർ പ്ലസ് ഓർ മൈനസ് 6. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു ഇവാലുവേറ്റ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യൂസിങ് എന്താണ്? പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി യൂസ് ചെയ്താണ് നമുക്ക് ഇവിടെ കണക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രണ്ട് റോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോളം ഒരുപോലെ വരികയാണെങ്കിൽ എന്താണ് ആ ഡിറ്റർമിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അങ്ങനെ ഒന്നിലധികം പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. അല്ലെ, നമുക്ക് ആദ്യം പറഞ്ഞ പ്രോപ്പർട്ടി നോക്കാം. ഇവിടെ നോക്കിക്കോ, ഈ 18 എന്ന് പറയുന്നത് 3 ഇൻറ്റു 6 അല്ലേ? അതുപോലെ 36 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 6 അല്ലേ? അപ്പൊ പിന്നെ 17ന്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും ഏതെന്ന് പറയുന്നത് 102. അപ്പൊ നമുക്ക് അതിനെ എഴുതുമ്പോഴത്തേക്കും 102നെ നമുക്ക് 17 ഇൻറ്റു 6 എന്ന് എഴുതാം. അടുത്ത 18 നമുക്ക് 3 ഇൻറ്റു 6 എന്ന് എഴുതാം. അടുത്ത 36നെ നമുക്ക് 6 ഇൻറ്റു 6 എന്ന് എഴുതാം. ബാക്കി രണ്ട് റോയും നമ്മൾ അതുപോലെ എഴുതുന്നു. 1 3 4. അടുത്ത റോ 17 3 6. ഇതാണ് നമ്മൾ എഴുതിയ ഡിറ്റർമിനന്റ്. ഇതില് ഫസ്റ്റ് റോയിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? 6 ഉണ്ട്. അപ്പൊ അതെങ്കിൽ പുറത്തെടുത്തൂടെ? 6 ഇങ്ങ് പുറത്തെടുത്താൽ പിന്നെ വരുന്നു 6 പുറത്തെടുത്താൽ പിന്നെ വരുന്നു നമുക്ക് എന്ത് വരുന്നു? 17 വരുന്നു, 3 വരുന്നു, 6 വരുന്നു. അടുത്ത റോ 1 3 4. അടുത്ത റോ 17 3 6. ഇതിന്റെ വാല്യൂ എന്ത് തന്നെ? ഇതിന്റെ വാല്യൂ ഏത് തന്നെ? ഈ രണ്ട് റോയും ഒരുപോലെയല്ലേ കിടക്കുന്നത്? 2 rows are identical. Its value is 0. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ത് വരും? 0. അപ്പൊ 6 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ? 0 തന്നെ. ഇങ്ങനെയാ കിട്ടിയെന്ന് പറഞ്ഞേ. ഇവിടെ 102 18 36. അതിനെ നമുക്ക് ഇത് നോക്കിയപ്പോ, അതായത് ഈ 18 നോക്കിയപ്പോ 3 ഇൻറ്റു 6 ആണ്, 36 നോക്കിയപ്പോ 6 ഇൻറ്റു 6 ആണ്. അപ്പൊ പിന്നെ 17ന്റെ മൾട്ടിപ്പിൾ തന്നെയായിരിക്കും 102. അതുകൊണ്ട് നമ്മൾ അതിന് 6 ഇൻറ്റു 17, അടുത്ത 3 ഇൻറ്റു 6, അടുത്ത 6 ഇൻറ്റു 6. കോമൺ ആയിട്ട് എന്തുണ്ട്? 6 ഉണ്ട്. അതിന് പുറത്തെടുത്താൽ പിന്നെ ബാക്കിയുള്ളത് തന്നിരിക്കുന്ന അതേ തന്നെ. അതായത് രണ്ട് റോയും ഈക്വൽ ആയിട്ട് വന്നത് കൊണ്ട് 2 rows are identical. Its value is 0. So the value of the determinant is 0.